നമസ്കാരം. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവീ നമഃ. വരാഹി അമ്മയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. അതുപോലെ ഞാനും സുഖമായിരിക്കുന്നു. ഇന്ന് അമ്മയ്ക്ക് ചെയ്യേണ്ട ഒരു ദീപ വഴിപാടിനെ കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്നത്. വേപ്പില എന്നാൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഇലയാണ്. ആ വേപ്പില വെച്ചുള്ള ഒരു ദീപ വഴിപാടാണ് ചെയ്യുന്നത്. ഈ ദീപ വഴിപാട് ചെയ്യുമ്പോൾ നല്ല ശുദ്ധിയോടുകൂടി വേണം ചെയ്യാനായിട്ട്. കുളിച്ച് നോൺ വെജ് ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വേണം ഈ വഴിപാട് ചെയ്യാനായിട്ട്. സ്ത്രീകൾ പീരിയഡ്സ് ടൈമിൽ ചെയ്യാൻ പാടില്ല. പുലവാലായ്മയുള്ളപ്പോഴും ഈ വഴിപാട് ചെയ്യാൻ പാടുള്ളതല്ല. ഈ ദീപ വഴിപാട് രാത്രി 8 മണിക്ക് മേലെയേ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അത് പറ്റാത്തവർക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ 4 മണിക്ക് മേലെ 5:40 വരെയുള്ള സമയത്ത് ബ്രഹ്മമുഹൂർത്തം സമയം നോക്കി ആ സമയത്തേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ പഞ്ചമി തിഥിയിൽ ചെയ്യാം, അഷ്ടമി തിഥിയിൽ ചെയ്യാം. ഈ തിഥിയിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലും ചെയ്യാവുന്നതാണ്. വേപ്പില കൊണ്ട് ദീപ വഴിപാട് ചെയ്ത് വരാഹി അമ്മയ്ക്ക് സമർപ്പിച്ചാൽ നമ്മൾ എന്ത് കേൾക്കുന്നുവോ അത് നമ്മൾ പറയുന്ന കാര്യം അമ്മ നടത്തിത്തരും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. 100% 100% എഫക്റ്റീവായിട്ടുള്ള ഒരു ദീപ വഴിപാടാണിത്. റിസൾട്ട് ഉറപ്പാണ്. വേപ്പില നിരത്തി വെച്ചിട്ട് അതിനു മേലെ ഒരു മൺചിരാതിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ടാണ് ഈ ദീപം വയ്ക്കേണ്ടത്. കാര്യസിദ്ധി ദീപമാണിത്. ഇതിൽ വേപ്പില മാത്രമല്ല, വേപ്പിൻ്റെ കായും ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ വേപ്പിൻ്റെ കായ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വേപ്പില മാത്രം ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വേപ്പിൻ്റെ കായ് കിട്ടുവാണെങ്കിൽ അതുകൂടെ വയ്ക്കാവുന്നതാണ്. ഒരു ചെറിയ ഇടത്തിൽ വയ്ക്കുന്നതിനേക്കാൾ ബെറ്റർ പരന്ന ഒരു ഇടത്തിൽ വയ്ക്കുന്നതാണ്. ഞാൻ ഈ പ്ലേറ്റിലാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് പരന്ന ഒരു ഇടത്തിൽ വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അത് നിങ്ങളുടെ ഹാളിലോ ബെഡ്റൂമിലോ എവിടെയോ, അധികം നിങ്ങൾ എവിടെയാണോ സ്പെൻഡ് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ തനിത്തനിയായിട്ടാണെങ്കിൽ ഹാളിൽ, ബെഡ്റൂമൊക്കെ തനിത്തനിയായിട്ടാണെങ്കിൽ ഹാളിൽ തന്നെ വയ്ക്കാവുന്നതാണ്. അതെല്ലാം ചിലർക്ക് ഒറ്റ മുറിയേ ഉണ്ടാവുകയുള്ളൂ. അതാണെങ്കിൽ ആ ഒറ്റ മുറിയിൽ അവിടെ തന്നെ വയ്ക്കാവുന്നതാണ്, ഒന്നും പ്രശ്നമില്ല. പക്ഷേ ജനലും ഡോറുമെല്ലാം അടച്ചതിന് ശേഷമേ ഈ ദീപം വയ്ക്കാൻ പാടുള്ളൂ. രാത്രി 8 മണിക്ക് മേലെയേ അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്ത സമയത്തിനേ വയ്ക്കാൻ പാടുള്ളൂ. ഈ ദീപം വയ്ക്കാനായിട്ട് വേണ്ട എണ്ണ എന്ന് പറയുമ്പോൾ വേപ്പെണ്ണയാണ്. അത് സ്റ്റോറിൽ വാങ്ങാൻ കിട്ടും. വേപ്പെണ്ണ വാങ്ങിയാണ് ഈ ദീപം കത്തിക്കേണ്ടത്. മുന്നേ നമ്മളൊരു വീഡിയോ ചീനിക്കാരത്തിനെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു, ചീനിക്കാര വഴിപാട്. അതെന്നാൽ നമ്മളെ ശുദ്ധപ്പെടുത്താനായിട്ട് ചെയ്തതാണ്. നമ്മളെ ശുദ്ധപ്പെടുത്താനായിട്ടാണ് ചീനിക്കാര വഴിപാട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ദീപ വഴിപാട് എന്നാൽ നമ്മളിരിക്കുന്ന, അതായത് നമ്മൾ താമസിക്കുന്ന ഇടത്തിന്, നമ്മുടെ വീടായാലും ശരി, നമ്മളിരിക്കുന്ന നമ്മുടെ ഓഫീസായാലും ശരി, അവിടെ ശുദ്ധപ്പെടുത്താൻ വേണ്ടിയാണ്. ദുഷ്ടശക്തികൾ നമ്മുടെ വീട്ടിലോട്ടായാലും ശരി, നമ്മളിരിക്കുന്ന നമ്മുടെ ഓഫീസ് എന്ന് പറയുമ്പോൾ ഓണായിട്ട് നമ്മൾ ചെറിയ രീതിയിലുള്ള ഓഫീസായാലും ശരി, അങ്ങനെ നമ്മൾ വച്ചിരിക്കുന്ന ഓഫീസിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. വീട്ടിലെ പ്രോബ്ലംസ് ആയാലും ശരി, അത് നമ്മുടെ തൊഴിലിലെ പ്രോബ്ലംസ് ആയാലും ശരി, എല്ലാം മാറാൻ വേണ്ടിയിട്ടാണ്. വീട് ശുദ്ധമായി ദുർശക്തികൾ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേപ്പില കൊണ്ടിട്ട് നമ്മൾ വഴിപാട് നടത്തുന്നത്. പിന്നെ ഈ ദീപം വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ, അതായത് 1 hour to 2 hours ഇത് എരിഞ്ഞിട്ടേ ഇരിക്കണം. അണയ്ക്കാനേ ഒന്നും പാടില്ല. ഈ എണ്ണയിലിരിക്കുന്ന കയ്പ്പ്, അതായത് വേപ്പെണ്ണയിലിരിക്കുന്ന കയ്പ്പ് കാറ്റിൽ കലർന്ന് നമുക്കൊരു കയ്പ്പ് സ്മെല്ല് വരും. നമ്മളിരിക്കുന്നതിന് ചുറ്റും ഒരു കയ്പ്പ് സ്മെല്ല് വരും. അങ്ങനെ വന്നാൽ ആ ഇടത്തിൽ ഏത് ദുർശക്തിയും നിൽക്കില്ല, പോയിരിക്കും, എല്ലാം ഓടിപ്പോവും, ഓടിപ്പോകും എന്നാണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം. ഈ കാലഘട്ടത്തിൽ നിറയെ പേര് രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നുണ്ട്. എത്ര മെഡിസിൻ എടുത്തിട്ടും ശമനം വരുന്നില്ല. അങ്ങനെയുള്ള അസുഖങ്ങൾ ഒന്നും നമ്മളെ ബാധിക്കാതിരിക്കാനായിട്ട്
നമ്മൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മളിൽ നിന്നും അകന്നു പോകാനായിട്ട് ഈ ദീപ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ മതി. നമ്മളെ രക്ഷിക്കാൻ വരാഹിയമ്മയ്ക്ക് ഈ ദീപമേറ്റി പ്രാർത്ഥിക്കൂ. അമ്മ നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. അസുഖത്തിനെന്നല്ല, നമ്മളുടെ സാമ്പത്തിക പ്രശ്നത്തിനും, നമുക്കൊരു ജോലി, ഒരു വീട്, അങ്ങനെയുള്ള എന്തിനു വേണ്ടിയായാലും അമ്മയ്ക്ക് ഈ വേപ്പില ദീപ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മളുടെ വീട്ടിലുള്ള ദുർശക്തികളും എല്ലാം നമ്മളുടെ ജോലിസ്ഥലത്തെ ദുർശക്തികളും എല്ലാം മാറിപ്പോയി നമുക്ക് പോസിറ്റീവ് എനർജി നമ്മളിൽ വന്നു ചേർന്ന് നമ്മൾ കൂടുതൽ സാമ്പത്തികം ഉണ്ടാക്കാനും വീട് വയ്ക്കാനും എല്ലാത്തിനും അത് അമ്മ നമ്മൾക്ക് തരുന്നതാണ്. നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അമ്മ നമ്മളെ കൊണ്ടു ചെന്ന് വിടുന്നതാണ്. അമ്മയിൽ വിശ്വാസം അർപ്പിച്ച് ചെയ്യുക. ഈ ദീപ വഴിപാട് ചെയ്യുന്നതോടൊപ്പം അമ്മയുടെ ഈ മഹാമന്ത്രം കൂടെ ചൊല്ലുക. എത്ര തവണ വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. കുറഞ്ഞത് 11 തവണയെങ്കിലും ചൊല്ലുക. മന്ത്രവും ചൊല്ലി അമ്മയോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അമ്മ തീർച്ചയായും നിങ്ങളുടെ ആവശ്യം നടത്തി തരുന്നതാണ്. മന്ത്രം ഇതാണ്: ഓം ശ്രീ ബൃഹത് വരാഹ്യൈ നമഃ. ഓം ശ്രീ ബൃഹത് വരാഹ്യൈ നമഃ. ഓം ശ്രീ ബൃഹത് വരാഹ്യൈ നമഃ. നമ്മളെ രക്ഷിക്കാനായിട്ട് വരാഹിയമ്മയുടെ മുന്നിൽ നമ്മൾ ഈ വേപ്പില ദീപം ഏറ്റി അമ്മയെ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ നന്മ നമ്മൾക്ക് 10 മടങ്ങ് ശക്തിയായിട്ട് അമ്മ തരുന്നതാണ്. നമ്മൾ ഈ വേപ്പില ദീപം കത്തിച്ചല്ലോ, ഇതിനി അടുത്ത ദിവസം ഈ വേപ്പില എടുത്ത് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു അരമണിക്കൂർ നേരം ഇട്ട് വെച്ചിട്ട് കുളിക്കുക. അതല്ലെങ്കിൽ ഈ ഇല എടുത്ത് ഉണക്കി സാമ്പ്രാണി കത്തിക്കുമല്ലോ, വൈകുന്നേരങ്ങളിലൊക്കെ സാമ്പ്രാണി കത്തിക്കുമ്പോൾ അതിൽ ചേർക്കാവുന്നതാണ്. ഇട്ട് കത്തിച്ച് നമുക്ക് അതിൻ്റെ മണം, അതിൻ്റെ വാസന പിടിക്കാവുന്നതാണ്. അതല്ലാതെ ഈ ഇലയെടുത്ത് വെറുതെ ചവിട്ടുന്നിടത്തൊന്നും ഡിസ്പോസ് ചെയ്യാൻ പാടില്ല. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. പഞ്ചമിയിലോ അഷ്ടമിയിലോ നിങ്ങൾക്ക് ഏത് ദിവസമാണോ, അതല്ല പറ്റുന്ന ദിവസം ഏതാണോ, ചൊവ്വ വെള്ളി ദിവസങ്ങളിലോ ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന ദിവസം നോക്കി ചെയ്ത് നോക്കുക. ശുദ്ധത വേണം എന്നത് മസ്റ്റാണ്. അതുപോലെ തന്നെ ചീനിക്കാര വഴിപാടിനായിട്ട് ചെയ്തിരുന്ന വീഡിയോയിൽ കമൻസ് നിറയെ വന്നിരുന്നു. എന്താ വെച്ചാൽ ചീനിക്കാരം എന്നാൽ എന്താണെന്ന് അറിയില്ല എന്ന്. അതിൽ ഞാൻ പറഞ്ഞിരുന്നു, അങ്ങാടിക്കടയിലും പച്ചമരുന്ന് കടയിലും ഒക്കെ ചീനിക്കാരം വാങ്ങാൻ കിട്ടും. ആലം സ്റ്റോൺ എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ പുറത്തോട്ടുള്ളവർക്ക് ആലം സ്റ്റോൺ ഒന്ന് പോയി കേട്ടാൽ മതി. ചീനിക്കാരം പച്ചക്കർപ്പൂരമാണോ എന്ന് കേട്ടിട്ടുണ്ട്. അല്ല, ചീനിക്കാരം നിങ്ങൾക്കറിയാതെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനൊന്നും ആർക്കും അറിയില്ല. എന്നാൽ ഓൾഡ് ഏജിലുള്ളവർക്ക് അറിയില്ല വെച്ചാൽ ആരോടെങ്കിലും വീട്ടിൽ മുത്തശ്ശി ഉണ്ടെങ്കിലോ മുത്തശ്ശനുണ്ടെങ്കിലോ അവരോട് ചോദിച്ചാൽ മതിയാവും. അതും ഒന്നും പോസിബിൾ ഇല്ല എങ്കിൽ നിങ്ങൾ അങ്ങാടിക്കടയിൽ പോവുക. അങ്ങാടിക്കടയിൽ പോയിട്ട് ചീനിക്കാരം വേണമെന്ന് പറയുക. ചീനിക്കാരം അവിടെ നിന്ന് കിട്ടും. വലുതായിട്ടേ കിട്ടുള്ളൂ. അത് വാങ്ങിയിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ചീനിക്കാരത്തിനെ കുറിച്ചുള്ള ഡൗട്ട് മാറി എന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.